എന്താണ് മുഖ്യമന്ത്രിയുടെ നിലപാട് ഇക്കാര്യത്തിൽ? മുഖ്യമന്ത്രിയുടെ പോലീസാണ് ഒരു സ്ത്രീ ഫോണിൽ വിളിച്ചിട്ട്, ഒരു മന്ത്രിയുടെ ഭാര്യ ഫോണിൽ വിളിച്ചിട്ട് അവിടെ വന്ന് എന്താണെന്ന് അന്വേഷിക്കാതെ അവർ തിരിച്ചു വരുന്നതിന് മുമ്പ് അവരെ കാണാതെ നേരെ അതേ ജീപ്പിൽ തന്നെ തിരിച്ചു പോയത്. ഒരു മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും കിട്ടാത്ത നീതി കേരളത്തിലെ ഏത് സ്ത്രീക്കാണ് കിട്ടാൻ പോകുന്നത്? മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത്. മറ്റേ കാര്യത്തിൽ ഞാൻ പറയുന്നില്ല, ഞാൻ അഭിപ്രായമൊന്നും പറയുന്നില്ല. ഒരു സ്ത്രീ വിളിച്ചല്ലോ, ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അവരെ ആക്രമിക്കുകയാണ്, മുറിയിൽ അടച്ചു പൂട്ടിയിട്ടിട്ട് അവരുടെ നിന്ന് ഈ ഫോൺ തട്ടിപ്പറിക്കുകയാണ്. അവർ ഹെൽപ്പ് എന്ന് പറഞ്ഞ കൂടെ അവർ തന്നെ പറഞ്ഞല്ലോ, വിളിക്കുകയാണ്. അവർ പറഞ്ഞില്ലായിരുന്നു ഞാൻ ഇത് പറയില്ലായിരുന്നു, അവർ വന്ന് പറഞ്ഞല്ലോ. അവർ ഉറക്കെ വിളിക്കുകയാണ്, അവർ പോലീസിനെ വിളിക്കുകയാണ്, പോലീസ് വരികയാണ്. വന്നിട്ട് പോലീസ് എന്ത് ചെയ്തു? അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിച്ചോ? ഇവരാരെങ്കിലും ആക്രമിച്ചെന്ന് അന്വേഷിച്ചോ? അവർക്ക് പരിക്ക് പറ്റിയെന്ന് അന്വേഷിച്ചോ? അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തിയോ? പിന്നെ എന്തു പോലീസാണ്? ഏത് സ്ത്രീക്കാണ് കേരളത്തിൽ ഈ പോലീസിനെ കൊണ്ട് സുരക്ഷ കിട്ടുന്നത്? അല്ലെ മന്ത്രിയുടെ ഭാര്യയാണെന്ന് ഓർത്തിട്ട് പേടിച്ചോടിയതാണ്? എന്താണ് നടന്നത്? മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് മറുപടി പറയണം. എല്ലാത്തിലും ഒരു മൗനമുണ്ട്, മിണ്ടാതിരിക്കൽ. ആ മിണ്ടാതിരിക്കൽ ഇക്കാര്യത്തിൽ പറ്റില്ല. കാരണം സ്ത്രീ സുരക്ഷയുടെ ഏറ്റവും ടോപ്പിലുള്ള ആളാന്ന് പറയില്ല, ആ കപ്പം പിടിച്ച ഇരിപ്പുള്ള ഫോട്ടോയാണ് എൻ്റെ മനസ്സിൽ ഈ സംഭവം വന്നപ്പോൾ വന്നത്. അപ്പം അതെല്ലാം വെറും PR ആയിരുന്നു, പ്രചരണമായിരുന്നു. യഥാർത്ഥത്തിലുള്ള മനസ്സിലിരിപ്പ് ഇതൊന്നും അല്ലായിരുന്നു. അല്ലെങ്കിൽ ഇത് വ്യക്തിപര അതെങ്ങനെ രാഷ്ട്രീയമാണ്? അതേ UDF ആണെന്നും പറഞ്ഞു. UDFന്റെ പണി ഇതാണ്? അല്ല, UDFന്റെ പണി ഇതാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ പരാതി പറഞ്ഞത് എങ്ങനെ UDF പറയണതാണെന്ന്? അപ്പൊ UDFന്റെ പണി UDF ചെയ്താണെന്ന്. ഇനി ഞങ്ങൾ പോയിട്ട് ഗൂഢാലോചന നടത്തി ഇദ്ദേഹത്തിന്റെ ഭാര്യയോട് സംസാരിച്ച് ഇദ്ദേഹത്തിനെതിരായിട്ട് പ്രചരണം നടത്താൻ ഞങ്ങൾ പറഞ്ഞ അങ്ങനെയാണ് മന്ത്രിമാരുടെ ഭാര്യമാരോട് പോയി പറയലാണ് ഞങ്ങളുടെ ജോലി, ഭർത്താവിനെതിരെ പറയാൻ വേണ്ടിയിട്ട്. ഇത് അവരുടെ കുടുംബത്തിൽ ഉണ്ടായ ഒരു സംഭവമാണ്. ഞങ്ങളിൽ ഒരാൾ ഇപ്പോഴാണ് പ്രതികരിക്കുന്നത് അല്ലേ? അവർ വന്ന് പ്രതികരിച്ചതിന് ശേഷമാണ്. അതിനു മുമ്പ് ഓൺലൈനിലും മറ്റതിലും മറിച്ചിലൊക്കെ വന്നു. എന്നോട് പലരും വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ പറയില്ല, കാര്യം അറിയാതെ ഒന്നും പറയരുതെന്ന് പറഞ്ഞു. കാര്യം അറിയാതെ ആരും ഒന്നും പറയരുതെന്നാണ് എന്നോട് വിളിച്ചു ചോദിച്ചാൽ എല്ലാവരോടും ഞാൻ പറഞ്ഞു. വിവരം അറിയാതെ ഒന്നും പറയരുത്, കാരണം വല്ല എന്താ പ്രശ്നം നമുക്കറിയില്ല. പക്ഷെ അവർ തന്നെ വന്ന് മാധ്യമങ്ങളോട് അവർക്കുണ്ടായ സംഭവങ്ങൾ വിവരിക്കുകയും അവിടെ പോലീസിൻ്റെ അനാസ്ഥയെ ചൂണ്ടിക്കാണിക്കുകയും, പോലീസ് അവരെ ഒരു സ്ത്രീയെ ഉപേക്ഷിച്ച് പോവാണ്. നിങ്ങളെന്നത് ആലോചിച്ച് നോക്കിയേ. അവരുടെ പരാതിയുടെ പുറത്ത് വരുന്ന പോലീസ് അവരെ കാണാതെ അവരെ മുറിയിൽ അടച്ചു പൂട്ടിയിട്ട് അവരെ ബലപ്രയോഗം നടത്തുകയാണ് ഈ പേഴ്സണൽ സ്റ്റാഫ് മന്ത്രിയുടെ. എന്തൊരു പരിതാപകരമായ അവസ്ഥയാണ് ഇത്! എന്തൊരു മന്ത്രിസഭയാണ്! നാണമായിട്ട് വയ്യ നമുക്ക് നാണോ? ഇവർക്ക് നാണോ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് നാണമായിട്ട് വയ്യ.